ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസാണ് പറഞ്ഞാണ്. ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ. അപ്പോൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ വണ്ടിയുടെ കംപ്ലയിൻസുകൾ, അതായത് അത്യാവശ്യം മൂവ്മെൻറ്റുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഗ്രീസിങ് നടത്തേണ്ട ആവശ്യങ്ങളുള്ള ഭാഗങ്ങൾ ഗ്രീസിങ് നടത്താം, ക്ലീൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാം, കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ ഇൻഫോം ചെയ്യുക. ഇതൊക്കെയാണ് ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നിർത്തിയേക്കാണ്, ബ്രേക്ക് ക്ലീൻ ചെയ്യാനും ബുഷ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ ബാക്ക് ബ്രേക്കും കൂടി അഴിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റബിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യമുണ്ട്, നല്ല ടയറാണ്. ബെയറിംഗ് സെക്ഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്യാം. ഇതിപ്പോൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വിസ്കസ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലിപ്പിഡ് ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്തു നിന്നുള്ള അതിൻ്റെ അത് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈനസ് വരും. അപ്പോൾ തുടച്ച് ക്ലീൻ ആക്കിയിടാം, 10,000 കിലോമീറ്റർ കൂടുമ്പോൾ മാറ്റിക്കളയാം. അതാണ് ശരിക്കും ഈ മോഡൽ ഫിൽറ്ററുകളുടെ ഉപയോഗ രീതി. അപ്പോൾ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി സർവീസിൻ്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ കൂടി നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്യാനായിട്ടായിരിക്കും. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് വർക്ക് ചെയ്തിട്ട് ബെൽറ്റ് ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ കിക്കർ വീലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിക്കണം, ക്ലീൻ ചെയ്യണം. ഈ ഭാഗത്തും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ക്ലച്ച് വർക്ക് ചെയ്തതിനുണ്ട്. പിന്നെ നമുക്കൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതതിൻ്റെ വേരിയേറ്റർ ബോഡിയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിലുള്ള പ്ലേ വളരെ കൂടുതലായിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ അറിയാം, അത്യാവശ്യം പ്ലേ കാണുന്നുണ്ട്. ഇത്രയും പ്ലേ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ വണ്ടിക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു മുഴക്ക സൗണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ജനറേറ്റ് ചെയ്തു തുടങ്ങി. ഇനി പെട്ടെന്നായിരിക്കും പിടിപിടിയെന്നായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം. കാരണം ഇവിടെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ, ഈ പിന്നിൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ തുരുമ്പ് പോലെ കാണിക്കണമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടാൽ നമ്മുടെ അവിടെ ആ ഭാഗത്തൊന്നും ഗ്രീസോ കാര്യങ്ങളോ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഈ വീലും ഈ ബോസ് ഡ്രൈവും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. കാരണം നാളെ ഒരിക്കലുള്ള തലവേദന നമുക്ക് ഒഴിവാക്കാം. റോളറിൻ്റെ ഭാഗം തേയ്മാനം ഉണ്ടെങ്കിൽ കൂടി നമുക്കത് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഓരോ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജനറൽ സർവീസാണ് പറയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. ആവശ്യമുള്ളതാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇൻഫോം ചെയ്തത് മാറ്റിക്കുകയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ വീലും ഈ ബോസ് ഡ്രൈവ് യൂണിറ്റും മാറ്റാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് അവിടെ അങ്ങോട്ട് തീർന്നോളും. പിന്നെ ഉള്ളത് ക്ലച്ച് വെയിറ്റ് സെറ്റ് വരുന്ന യൂണിറ്റാണ് ബാക്കിലത്തെ. അതും നമ്മൾ അഴിക്കണുണ്ട്. അഴിച്ചതിൻ്റെ അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യണുണ്ട്. ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ക്ലച്ച് ഷൂ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് വികാസം വരണം. അത് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ കൊണ്ട് അതിൻ്റെ പിന്ന് ക്ലച്ചിൻ്റെ ഉള്ളിൽ വന്ന റോളറും പിന്നും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിന് തേയ്മാനം കൂടുതലുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം, ആ ഹോളിൻ്റെ ഷേപ്പിൽ ചെറിയ വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അത്യാവശ്യം തേയ്മാനത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ വീല് മാറ്റാന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ആ പിന്ന് മാറ്റി, പിന്നും റോളറും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് അത്യാവശ്യം കിട്ടും. മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നത് നമുക്ക് ഈ ഭാഗത്തേക്ക് തന്നെയാണ്. നമുക്കതിൻ്റെ ചോക്കിൻ്റെ വർക്കിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് വർക്കിങ്ങൊക്കെ ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ ഭാഗമായാലും കേബിളോ കാര്യങ്ങളോ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും, കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്. വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഇത് അഴിച്ച് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളും കൂടി വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇവിടെ വരുന്ന ബുഷുകൾക്ക് തേയ്മാനം വന്നിട്ടുണ്ട്. അത്യാവശ്യം ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് കൂടുതലായിട്ടും ഷെയ്ക്ക് വരിക. അത് നമ്മുടെ ഓടുന്ന റോഡുകളുടെ അവസ്ഥ പോലെ ഇരിക്കും ഇതിൻ്റെയൊക്കെ ലൈഫ്. നല്ല റോട്ടിലൂടെ ഓടുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ലൈഫ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ കുറേ വളരെ മോശമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബുഷ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കയ്യോടെ എയർ ഫിൽറ്റർ മറ്റേ ആ ബ്രേക്കിൻ്റെ കേബിള് ചേഞ്ച് ചെയ്തിടാം.
ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗം ഒരല്പം തേയ്മാനം കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാക്കിലത്തെ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ടയർ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇടാം. കാരണം നമുക്ക് 10 ഇഞ്ച് വീലാണ്, ഫ്രണ്ടും ബാക്കും ഒരേ അളവിലുള്ള വീലായതുകൊണ്ട് ഈ ഡിസ്ക് പാടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരല്പം തേയ്മാനം കൂടുതലുള്ളതുകൊണ്ട് അത് ബാക്കിൽ ഉപയോഗിച്ച് തീർക്കാനും പറ്റും. പുതിയ ടയർ ഫ്രണ്ടിൽ വരുമ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് സ്മൂത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാറ്ററിയുടെ ടെസ്റ്റും കാര്യങ്ങളും കൂടി നടത്തുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ നോക്കണമുണ്ട്. ബാറ്ററി നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും, ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വാണിംഗ് ലാമ്പായിട്ട് വന്നേക്കുന്നത് ഡെഡായിട്ടാണ് കാണിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ വോൾട്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്കൊരു ചെറിയൊരു വേരിയേഷൻസ് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് പരമാവധി നോക്കാം. സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ്, അതായത് സെൽഫ് സ്റ്റാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ബാറ്ററി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഒരുമിച്ച് മാറ്റിയേക്കണം. പ്ലഗിന് വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സൈലൻസറിൻ്റെ മുകളിൽ തന്നെ ഈ കവർ പൊട്ടി കിടക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റ് മഫ്ലറാണ്. നമുക്ക് പെട്ടെന്ന് കാലൊക്കെ വന്നു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് പൊള്ളാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് പൊട്ടി കിടക്കുന്നുണ്ട്, അത് കൈയോടെ മാറ്റിയിടുന്നതാണ് നല്ലത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഉണ്ട്, ഒരല്പം ലെവൽ കുറവ് ഉണ്ട്. അപ്പോൾ ആ കുറവുള്ള ഓയിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിനേക്കാളൊക്കെ ഉപരി വണ്ടി ഫസ്റ്റ് നമ്മളിപ്പോൾ ശനിയാഴ്ച കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ്. നമ്മൾ തിങ്കളാഴ്ച വൈകിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടായി കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ വന്നിരുന്നു കേട്ടോ. കാരണം ഒരുപാട് താമസം എടുത്തു. അതിന് ശേഷം പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിലവിൽ വണ്ടിക്ക് ഉണ്ട്. അതാണെങ്കിൽ ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കൊണ്ടുവന്നത് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിന് ഇതേപോലെ തന്നെ വണ്ടി വെക്കുന്ന സമയത്ത് വൈകിട്ട് വെച്ചുകൊണ്ട് പോകാനാണ് പറ്റുള്ളൂ. പിറ്റേ ദിവസം കാലത്തോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്ന കണ്ടീഷനിൽ വെച്ചാലാണ് നമുക്ക് അത് കറക്റ്റ് കംപ്ലയിൻറ്റ് കാണാനും അറിയാനും പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു ലക്ഷണം കാണിച്ചു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കാണിച്ച ലക്ഷണം നമ്മളിപ്പോൾ ഇൻഫോം ചെയ്തു എന്നുള്ളൂ. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്. രാവിലെ സ്റ്റാർട്ടായി കിട്ടാനായിട്ട്, ഒരു ദിവസം എടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം സ്റ്റാർട്ടായി കിട്ടാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഈ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റുന്ന പാർട്സുകളും സർവീസും അതിൻ്റെ വാട്ടർ സർവീസിൻ്റെ എല്ലാം എമൗണ്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കാണാം, വാട്സാപ്പിൽ വീഡിയോ അയക്കാം. വീഡിയോ കാണാം, അതിന് ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ ആയിട്ട് വെച്ച് നോക്കാം. എന്നിട്ടൊന്ന് റിപ്ലൈ കിട്ടിയാൽ നമ്മൾ അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് മറക്കരുത്.